ചേർത്തല മുട്ടം ഫൊറോനയിൽ മതാധ്യാപകരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള 230-ലേറെ അധ്യാപകരാണ് പങ്കെടുത്തത്. ചേർത്തല മുട്ടം ഫൊറോനയുടെ കീഴിലുള്ള മതാധ്യാപക കൺവെൻഷൻ നടന്നു. സെനാക്കിൾ 2026 എന്ന പേരിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചേർത്തല ഫൊറോനയിലെ വിവിധ യൂണിറ്റുകളിലുള്ള 230 മതാധ്യാപകർ പങ്കെടുത്തു. മുട്ടം പാസ്റ്ററൽ സെന്ററിൽ നടന്ന കൺവെൻഷൻ മുട്ടം പള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഫാദർ ജോസഫ് തെക്കിനടുത്ത് അധ്യക്ഷനായി. സിസ്റ്റർ ആനി ജോർജ് സ്വാഗതം പറഞ്ഞു. പ്രൊമോട്ടർ സജി വർഗീസ് ആശംസ നേർന്നു. അധ്യാപകരുടെ കൂട്ടായ്മയും ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് അധ്യാപക കൺവെൻഷൻ ഒരുക്കിയത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. കുട്ടികളെ മനഃശാസ്ത്രപരമായി എങ്ങനെ വളർത്തണമെന്നും ജനറേഷൻ ഗ്യാപ്പ് എങ്ങനെ നികത്താമെന്നും ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചു. സജിത് തോമസ് മോഡറേറ്ററായിരുന്നു. അധ്യാപകരുടെ ലഘുനാടക മത്സരവും നടന്നു. ജി മാത്യു, മഞ്ജു, ഷാജി, ബിന്ദു വർഗീസ് എന്നിവർ പരിപാടി ഏകോപിപ്പിച്ചു. ലഘുനാടക മത്സരത്തിൽ ലിസ്യുനഗർ, മുട്ടം, നെടുമ്പ്രക്കാട് യൂണിറ്റുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. അതിരൂപത ഡയറക്ടർ ഫാദർ പോൾ മൊറേലി അഭിസംബോധന ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സച്ചിൻ മാമ്പുഴയ്ക്കൽ ഇന്റൻസീവ് ബൈബിൾ കോഴ്സിന്റെ ആശയം പങ്കുവച്ചു. ഫാദർ വിനു മുളവരിക്കൽ, ഫാദർ ഡെന്നീസ് പുതുവ എന്നിവർ നേതൃത്വം നൽകിയ ഇന്ററാക്ഷൻ സെക്ഷനും നടന്നു. അധ്യാപകരുടെ ആശയവിനിമയത്തിനും സംശയ ദൂരീകരണത്തിനും ഏറെ പ്രയോജനകരമായിരുന്നു ഈ കൺവെൻഷൻ എന്ന് അധ്യാപകർ പറഞ്ഞു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ മുൻ ഫൊറോന ഡയറക്ടർ ഫാദർ പ്രതീഷ് പാലമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. പ്രൊമോട്ടർ ജി മാത്യു സ്വാഗതം പറഞ്ഞു. നൈപുണ്യ കോളേജ് ഡയറക്ടർ ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പ്രസംഗം, ലേഖനം, ബൈബിൾ വായന മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ടീച്ചേഴ്സിന്റെ പ്രസംഗ മത്സര വിജയികൾക്കും ലഘുനാടക മത്സര വിജയികൾക്കും മൊമന്റോയും നൽകി ആദരിച്ചു. 2025-26 വർഷത്തിലെ ബെസ്റ്റ് യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട സെന്റ് ജോസഫ് ചർച്ച് മാടക്കലിനും ഏറ്റവും നല്ല കയ്യെഴുത്ത് മാസികയ്ക്ക് സെന്റ് ജോസഫ് ചർച്ച് കുന്നുംപുറത്തിനും മികച്ച ടീച്ചിങ് നോട്ട്സിന് ലിറ്റിൽ ഫ്ലവർ ചർച്ച് ലിസ്യുനഗർ തുടങ്ങിയവർക്കും അവാർഡുകൾ നൽകി. വൈകുന്നേരം നടന്ന വിശുദ്ധ കുർബാനയോടെ കൺവെൻഷൻ സമാപിച്ചു.